ശ്രീമതി കാലിക്കറ്റ് സർവകലാശാലയുടെ ഓണേഴ്സ് കോഴ്സിൽ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിഗ്രി വിഷയത്തിൽ താരതമ്യ സാഹിത്യ പഠനം എന്ന പേപ്പറിലെ മൊഡ്യൂളിലാണ് ഈ പറയുന്ന രണ്ട് ഗാനങ്ങൾ, മൈക്കിൾ ജാക്സൻ്റെയും വേഡൻ്റെയും രണ്ട് പ്രധാനപ്പെട്ട ഗാനങ്ങൾ, റാപ്പ് ഗാനങ്ങൾ താരതമ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അജിത ഹരെ പോലെയുള്ള ഈ ഗൗരി ലക്ഷ്മിയുടെ പാട്ടും ആ പഠനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നു. ഇതിലിപ്പോൾ ചാൻസലർ ഇടപെടുന്നു, ചാൻസലർ പരാതി കിട്ടുന്നു, ചാൻസലർ വി സിക്ക് ആ പരാതി കൈമാറുന്നു. വി സി എം ബഷീറിനെ പോലെയുള്ള ഒരു മുതിർന്ന അധ്യാപകനെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കുന്നു. എന്നിട്ട് വിചിത്രമായ ന്യായങ്ങൾ നിരത്തി ഒരു റിപ്പോർട്ടും കൊണ്ടുവരുന്നു. ഇപ്പോൾ വേടൻ്റെ പാട്ട് ഉൾപ്പെടുത്തേണ്ട, ഗൗരി ലക്ഷ്മിയുടെ പാട്ടും അതിൽ ഉൾപ്പെടുത്തേണ്ട എന്നതാണ് ഇപ്പോഴത്തെ ഈ പഠന സമിതിയുടെ ശുപാർശ. വേടനെ ഒഴിവാക്കാനാണോ? വേടനെ ഒഴിവാക്കാനാണ് നമ്മുടെ ചോദ്യം. വേടനെ ഒഴിവാക്കണോ എന്നുള്ളതാണ്. വേടനെ ഒഴിവാക്കണ്ട എന്നുള്ളത് തന്നെയാണല്ലോ നമ്മുടെ അഭിപ്രായം. പക്ഷേ അത് ഒഴിവാക്കാനുള്ള മാർഗം എന്നാണ്, ഈ വന്ന വഴിയാണ് പരിശോധിക്കേണ്ടത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പരാതി പോകുന്ന 5 പരാതികളാണ് വി സിക്ക് കിട്ടുന്നത്. അതിന്മേൽ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോൾ അത് ചാൻസലറിലേക്ക് പരാതി പോകുന്നു. ചാൻസലറാണ് ഇതിൽ അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു വിദഗ്ധ സമിതിയെ ഏർപ്പാടാക്കുന്നു. ഡോക്ടർ എം ബഷീർ നമുക്കറിയാവുന്ന പോലെ സാഹിത്യത്തിലും അധ്യാപകൻ എന്ന നിലയ്ക്കും ഒക്കെ അദ്ദേഹം അറിയപ്പെടുന്ന വ്യക്തിയാണ്. എം ബഷീറിനെ പോലെ ഒരു വ്യക്തിയിൽ നിന്ന് റിപ്പോർട്ട് തേടുക എന്നുള്ളതിൽ അതിബുദ്ധിയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ആരെയും വേദനിപ്പിക്കാത്തതാണ്. വേടനെയും ഗൗരിയും വേദനിപ്പിക്കില്ല, അപ്പുറത്തെ വിദ്യാർത്ഥികളെയും വേദനിപ്പിക്കില്ല, യൂണിവേഴ്സിറ്റിയും വേദനിപ്പിക്കില്ല, പരാതി നൽകിയവർക്ക് സന്തോഷവുമാകും. ആ തരത്തിലുള്ള റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. അത് നോക്കൂ, അത് എന്തുകൊണ്ടാണ് ഇത് പഠിപ്പിക്കാത്തതെന്നാണ് പറയുന്നത്. കുട്ടികൾ പ്രാപ്തരല്ല, കഥകളി സംഗീതവും ശാസ്ത്രീയ സംഗീതവും വിലയിരുത്താൻ പ്രാപ്തരല്ല എന്നുള്ളതാണ് ഗൗരിയുടെ അജിത ഹരയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പുറത്തും ഈ പറയുന്ന മൈക്കിൾ ജാക്സന്റെയും വേടന്റെ സംഗീതവും വിലയിരുത്താനാവുന്ന കഴിവ് ഈ വിദ്യാർത്ഥികൾക്കില്ല എന്നാണ് പറയുന്നത്. അതിലെ വാചകം ഇതാണ്: അജിത ഹരെ മാധവ ശ്രീരാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. കഥകളിയിലെ പദങ്ങൾക്ക് സന്ദർഭമനുസരിച്ചാണ് വിളംബിത കാലമോ ദ്രുതകാലമോ വേണ്ടതെന്ന് നിശ്ചയിക്കുന്നത്. അദ്ദേഹത്തിന് ഈ കഥകളി സംഗീതമൊക്കെ നല്ലോണം അറിയാവുന്ന ആളാണ് എം ബഷീർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിത് പഠിച്ചിട്ടുള്ളതാണ്, എനിക്കറിയാം, പക്ഷേ ആ തരത്തിൽ പഠിക്കാൻ ഇത് ഒരു സംഗീതം ഐച്ഛിക വിഷയമായി എടുക്കുന്നവർക്ക് പറയാനാണെങ്കിൽ ഒരു പക്ഷേ ഈ താരതമ്യം സാധിക്കും. BA മലയാളം കുട്ടികൾക്ക് എങ്ങനെയാണ് സംഗീതത്തിൽ താരതമ്യം സാധിക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇതിൽ ശാസ്ത്രീയ സംഗീതത്തിലെ രാഗവും അതിൻ്റെ താളവും അതിൻ്റെ ചിട്ടയും അതൊക്കെ പരിശോധിക്കാനാണോ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ലല്ലോ. ഈ പാഠം ഇവരെ രണ്ടുപേരെയും സിലബസിൽ ഉൾപ്പെടുത്തുന്നതിൽ ഒരു സന്ദേശം ഉണ്ടായിരുന്നല്ലോ. ആ സന്ദേശമാണ് അവിടെ നശിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് പഠിക്കണമെന്ന് പറയുന്നത്? കാലത്തിന് അനുസരിച്ച്, അല്ലാതെ ഒരു ഓളത്തിനനുസരിച്ച് മുന്നോട്ട് പോകുകയല്ല. ഒരു കലഹമുണ്ടാക്കിക്കൊണ്ട്, ഇവിടെ ഒരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ് എന്ന് അറിയിക്കുന്ന 2 പേരാണ്. അങ്ങനെ ഒരു യുവത്വത്തിൻ്റെ ഒരു പ്രതീകമായി വരികയാണ്. അവർ ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ അതിശക്തമായി സമൂഹത്തോട് സമ്മതിക്കുന്നവരാണ്. ആ സമ്മതിക്കലിന് വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. ആ സ്വീകാര്യതയാണ് യഥാർത്ഥത്തിൽ അവരെ പാഠപുസ്തകത്തിൽ അവരുടെ സംഗീതം ഉൾപ്പെടുത്താൻ കാരണം. ഡോക്ടർ അരുൺ ഷോയിലല്ലേ വേടൻ വന്നത്? അന്ന് അദ്ദേഹം എത്ര സന്തോഷത്തോടുകൂടിയാണ് പറഞ്ഞത്, ഞാൻ 10ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ, അതിനപ്പുറം പോകാൻ കഴിഞ്ഞിട്ടില്ല, അപ്പോൾ എൻ്റെ വരികൾ ഇവിടെ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ സന്തോഷമുണ്ട് എന്ന് പറയാണ്. വേടൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേടൻ നൽകുന്ന പാഠം അല്ലെങ്കിൽ ഈ പറയുന്ന ഗൗരി നൽകുന്ന പാഠം അത് സിലബസിൽ നിന്നും സമൂഹത്തിന് കിട്ടേണ്ടതല്ല. സമൂഹത്തിൽ നിന്നാണ് അത് സിലബസിലേക്ക് വന്നിരിക്കുന്നത്. അത് വ്യത്യാസമുണ്ട്. അത് സമൂഹത്തിൽ അവിടെ നിൽക്കുകയും ചെയ്യും. അത് വേടൻ എന്ന കഞ്ചാവ് ഉപയോഗിച്ചു എന്നുള്ള പാഠമല്ല, അതിലപ്പുറമുള്ള ചില പാഠങ്ങളുണ്ട്. കടന്നു വന്ന വഴികൾ, കഠിന പ്രയത്നത്തിലൂടെ കടന്നു വന്ന വഴികൾ, ഇപ്പോഴും നേരിടുന്ന വിഷയങ്ങൾ പൊതുസമൂഹമായി അത് സമ്മതിക്കുമ്പോൾ അതിൽ ഒരു ചർച്ചയ്ക്കും തുടർന്നുള്ള ഒരു ആളുകൾക്ക് അത് മനസ്സിലാക്കുന്ന രീതിയിൽ അത് അവതരിപ്പിക്കാനും ഒക്കെ കഴിയുന്നത് ഈ യുവാക്കളുടെ വലിയ നിര ഈ സംഗീതം കേൾക്കാനൊക്കെ എത്തുമ്പോൾ അത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. വലിയ രീതിയിൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ സന്ദേശമാണ്. ഇപ്പോൾ അജിത ഹരെ എന്ന് പറഞ്ഞ കഥകളി പദം എങ്ങനെയാണ് ഗൗരി വേദിയിൽ അവതരിപ്പിക്കുന്നത്? ഗൗരി ഒരു കുട്ടിക്കുപ്പായം ഇട്ടിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. അത് കുചേലവൃത്തം എങ്ങനെയാണ് ഈ കുട്ടിക്കുപ്പായമിട്ട് വേദിയിൽ അവതരിപ്പിക്കുക എന്ന് നെറ്റിച്ചുളിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ പരാതിക്ക് പിന്നിൽ. ഗൗരി നമ്മുടെ തന്നെ മോർണിംഗ് ഷോയിൽ, നമ്മൾ എഡിറ്റോറിയൽ ഒരുമിച്ച് മോർണിംഗ് ഷോ നടത്തുന്ന ഘട്ടത്തിൽ ഗൗരി നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളതാണ്. ഗൗരിയുടെ സംസാരത്തിലെ ക്ലാരിറ്റി, ഗൗരിയുടെ രാഷ്ട്രീയത്തിൻ്റെ ക്ലാരിറ്റി, അത് പാട്ടിലും വരികളിലും സംസാരത്തിലും ഒക്കെയുണ്ട്. ആ ക്ലാരിറ്റി ഉള്ള ഒരു ചെറുപ്പക്കാരി ആ കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ഒരുപക്ഷെ ആ കഥകളി പദമായ അജിത ഹരെ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ആസ്വാദകരിലേക്ക് എത്താൻ, കൂടുതൽ കേൾവിക്കാരിലേക്ക് എത്താൻ, കൂടുതൽ യുവാക്കളിലേക്ക് എത്താൻ ഇപ്പോൾ ഗൗരിയുടെ അവതരണം കൊണ്ടായിട്ടുണ്ട്. എത്ര പേരാണ് അത് മൂളുന്നത്, എത്ര പേരാണ് അതിന് ആസ്വദിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, അവർ ആ വേദിയിൽ അവതരിക്കുമ്പോൾ അപ്പുറത്ത് അത് കാണാൻ എത്തുന്ന യുവാക്കളുടെ ഒരു വലിയ കൂട്ടമാണ്. ഒരു കഥകളി പദം കേൾക്കാൻ അതിൽ താല്പര്യമുള്ളവരെ അത് പോവുകയുള്ളൂ. വളരെ ചെറിയ ഒരു ഗ്രൂപ്പായിരിക്കും അത്. പക്ഷേ ഇതങ്ങനെയല്ല.
വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിവുണ്ട്. അപ്പോൾ അത്രയും പോസിറ്റീവായ കാര്യം അവിടെ നടക്കുമ്പോൾ അതായിരുന്നു യഥാർത്ഥത്തിൽ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ കാരണം. അപ്പോൾ ഇതിൽ നിന്ന് പിന്നാക്കാൻ പോവുകയാണ്. ഇത് സമൂഹത്തിൽ വലിയ സ്വീകാര്യത കിട്ടുന്നു എന്ന് വരുമ്പോൾ, വാർത്തയാകുന്നു എന്ന് കാണുമ്പോൾ എന്നാൽ അത് ആ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയേക്കാം എന്നുള്ളൊരു വലിയ വിപ്ലവകരമായ തീരുമാനം ഇതാ ഞങ്ങൾ എടുക്കുന്നു എന്ന രൂപത്തിൽ അവതരിപ്പിക്കുക. അത് കഴിഞ്ഞ് ഈ തരത്തിൽ ഈ പറയുന്ന എതിർപ്പുകൾ വരുമ്പോൾ പിന്നോട്ടോടുക. ഇതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണെന്നൊന്നും വിചാരിക്കേണ്ട. ഇത് കുമാരനാശൻ്റെ കാലത്ത് തന്നെ കുമാരനാശന് അനുഭവപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദുരവസ്ഥ കേരള യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ട് പിന്നീട് മാറ്റിയിട്ടുണ്ട്. അത് എന്തായിരുന്നു കാര്യം? അതിലെ ഇതിവൃത്തം എന്താണ്? അതിൽ അന്തർജനമാണ് നായിക, അപ്പുറത്ത് നായകൻ ഒരു പുലയനാണ്. അപ്പോൾ ഇതാണ് ജാതീയത തന്നെയാണ് ആത്യന്തികമായ വിഷയം. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്നും ഇന്നും ഒക്കെ ഒരേ കാലത്ത് നമ്മൾ യഥാർത്ഥത്തിൽ ഇന്നലെ നടത്തിയിരുന്ന ചർച്ചയുടെ ഒരു തുടർച്ചയായിട്ട് ഇതിനെ കണ്ടാൽ മതി. കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരു അതർ സ്റ്റോറി കൂടി അവിടെ നിൽക്കുന്നു എന്നതിൻ്റെ ഒരു കാഴ്ചയാണ്. ഇന്നലെ ജിമ്മി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, തിരുവനന്തപുരത്ത് മുസ്ലിം വിഭാഗങ്ങൾക്ക് ഒരു വാടക വീട് കിട്ടാനുള്ള ബുദ്ധിമുട്ട്. ഞാൻ ആലോചിക്കുകയാണ്, 25 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്നും ഇന്നലെയല്ല, 25 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പോൾ കാലങ്ങളായിട്ട് അത് സംഭവിക്കുന്നുണ്ടെന്നാണ്. അതിപ്പോൾ വല്ലാത്ത രീതിയിൽ പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ ഇത് ജാതീയത തന്നെയാണ്. ഇതൊരു BJP സിൻഡിക്കേറ്റ് അംഗത്തിൻ്റെ പരാതിയിന്മേലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്, പിന്നാക്കം പോയിരിക്കുന്നത്. അതാണ് അതിൽ ഡോക്ടർ MM ബഷീറിനെ പോലുള്ള ആളെ കൊണ്ട് ഇതിലൊരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അത് എങ്ങും തൊടാതെ വേദനിപ്പിക്കാതെ റിപ്പോർട്ട് നൽകുന്നു. അതങ്ങനെ പാഠഭാഗത്തിൽ നിന്ന് മാറ്റുന്നു. വേടനും ഗൗരിയും അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ സിലബസിന് പുറത്തുള്ള പാഠങ്ങളാണ്. അത് പൊതുസമൂഹം, യുവാക്കൾ അത് സ്വാംശീകരിച്ചിട്ട് അത് കഞ്ചാവിൻ്റെ കഥയല്ല. ഇനി ആ രൂപത്തിലൊരു കട്ടായിട്ട് പോകേണ്ട കാര്യമില്ല. അവർ പറയുന്ന രാഷ്ട്രീയമാണ് ഏറ്റവും പ്രധാനം. ആ രാഷ്ട്രീയം ഇവിടെ കേരളം സ്വീകരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലാക്കുന്നത്. ഓക്കെ, Meet the editors.